കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടരും. SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 2-ന് ഹർജികൾ വീണ്ടും കോടതി പരിഗണിക്കും. നിലവിൽ കേരളത്തിലെ പ്രശ്നം വ്യത്യസ്തമെന്ന് ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സൂചിപ്പിച്ചു. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഒരു ഇടക്കാല സ്റ്റേ എന്ന ആവശ്യം ഇന്ന് കോടതി പരിഗണിച്ചോ? അത് കോടതിയുടെ മുൻപാകെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചു. എന്താണ് ഇന്ന് കോടതിയിൽ ഈ വിഷയത്തിൽ നടന്നത്? വിജയകുമാർ, SIR-നെതിരായ ഹർജികൾ, അതായത് തമിഴ്നാട്, പോണ്ടിച്ചേരി, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് SIR-നെതിരെ വന്ന ഹർജികളാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന് മുൻപാകെ എത്തിയത്. അതിൽ തുടക്കം തമിഴ്നാട് തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞത് നിരവധി ജോലി സമ്മർദ്ദം ഇതുമൂലം BLMമാർ അനുഭവിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഈ നടപടികൾ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി 4-ആണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കണം എന്ന് തമിഴ്നാട് കോടതിയെ അറിയിക്കുകയുണ്ടായി. അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിലെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു വ്യത്യസ്തമായ പ്രശ്നമാണ്. കാരണം അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ ആവശ്യം ഈ പ്രക്രിയ നീട്ടിവെക്കണമെന്നൊരു ആവശ്യമാണ്. ആ കാര്യം മുൻനിർത്തിയായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അക്കാര്യം പറഞ്ഞതും. അതിനുശേഷമാണ് കേരളത്തിന്റെ ഹർജികൾ ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ, അതായത് അടുത്ത മാസം 1-ാം തീയതിക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിസംബർ 2-ന് ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കും. ഇന്ന് ഹർജിക്കാർ സ്റ്റേ വേണമെന്നൊരു ആവശ്യം മുൻനിർത്തിയില്ല. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മറുപടി സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലായിരിക്കാം ഇന്ന് ഹർജിക്കാർ എന്തായാലും സ്റ്റേ വേണമെന്നൊരു ആവശ്യം മുൻനിർത്തിയില്ല. ഒപ്പം തന്നെ ഒരു കൂട്ടം ഹർജികൾ ഇന്ന് പരിഗണനയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായി തന്നെ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളും ഇന്ന് ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുകയല്ല ഉണ്ടായത്. മറിച്ച് നിലവിൽ ഈ കേസുകൾ അത് ലിസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന ദിവസങ്ങളിലേക്ക് ഇന്ന സംസ്ഥാനങ്ങളുടെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് ചീഫ് ജസ്റ്റിസ് എത്തിയിരിക്കുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിച്ചത് കേരളത്തിൽ നിലവിൽ ജോലി തടസ്സം അല്ലെങ്കിൽ BLMമാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവിടെ ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സവും കമ്മീഷൻ നേരിടുന്നില്ല. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിച്ചത്. ചില രാഷ്ട്രീയ പാർട്ടികളാണ് ഈ അനാവശ്യമായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ആരോപണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചു. എന്നാൽ ഹർജിക്കാർ അതിന് മറുപടി നൽകി. രാഷ്ട്രീയ പാർട്ടികളല്ല പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹർജിക്കാർ നൽകിയത്. എന്തായാലും നിലവിൽ കേരളത്തിലെ SIR നടപടികൾക്കെതിരായ ഹർജികൾ ഡിസംബർ 2-ലേക്ക് പരിഗണിക്കാനാണ്. SIR നടപടികൾ തടഞ്ഞിട്ടില്ല, അതിൽ ഇടപെട്ടിട്ടില്ല, അത് തുടരും. 2-നാണ് ഹർജികൾ കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ വേണമോ എന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കൂടി കിട്ടിയ ശേഷമായിരിക്കും സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കുക. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.